ഹായ് ഗൈസ്, എൻ്റെ പേര് ലക്ഷ്മി. ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് വേറൊന്നിനുമല്ല. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇന്നലെ ഹാക്ക് ചെയ്തായിരുന്നു. ഈ ഹാക്കിങ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എന്നെപ്പോലെ ഒരാളുടെ അക്കൗണ്ട് എന്തിനാണ് ഹാക്ക് ചെയ്തതെന്നും എനിക്കറിഞ്ഞൂടാ. ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ നന്നായിട്ട് പേടിച്ചു. വേറൊന്നുമല്ല, നമ്മൾ കേട്ടിട്ടില്ലേ ഫോട്ടോസൊക്കെ എടുത്ത് ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അക്കൗണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഫേസ്ബുക്കിൽ കയറാൻ നോക്കിയപ്പോൾ ഓൾറെഡി ഞാൻ ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡി പി മാറിയിരിക്കുന്നു. ഡി പി മാറിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഫോട്ടോ ആയിട്ടിരുന്നത്. പെട്ടെന്ന് ഒരു ലേഡിയുടെ, അതും വൾഗറായിട്ടുള്ള പിക്ചറുള്ളൊരു ലേഡിയുടെ ഫോട്ടോ, ന്യൂഡൊന്നുമല്ല, അവൾക്ക് ഡ്രസ്സുണ്ട് പക്ഷെ ഭയങ്കര വൃത്തിയുടെ ഒരു മീൻസ് ഫോറിനേഴ്സിൻ്റെ ലുക്ക് ഇട്ടിട്ടൊരു പിക്ചർ കണ്ടു. പെട്ടെന്ന് എനിക്കിത് എങ്ങനെ വന്നേന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ എൻ്റെ നെയിമോ യാതൊരു കാര്യങ്ങളും ചേഞ്ച് ആയിട്ടില്ല. അങ്ങനെ ഞാൻ നേരെ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയപ്പോൾ വേറൊരു ലേഡിയുടെ നെയിമാണ് കിടക്കുന്നത്. അതൊരു ഇംഗ്ലീഷ് നെയിമാണ്. എൻ്റെ ബയോയിൽ ഞാൻ ഇട്ടിരുന്ന ഈ സകല കാര്യങ്ങളും മാറ്റിയിട്ട് പുള്ളിക്കാരത്തിയുടെ കാര്യങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, നീ പാസ്വേഡ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് പാസ്വേഡ് ട്രൈ ചെയ്തുകൊണ്ട് വന്നു. പക്ഷേ എൻ്റെ പാസ്വേഡ് അടിച്ചിട്ട് എനിക്കൊണ്ട് ആദ്യം അത് പറ്റിയില്ല. കുറേ സമയം ഞാൻ ട്രൈ ചെയ്തു, യൂസർ നെയിമും പേരും എല്ലാം മാറ്റി. അപ്പോൾ ഒരുവിധം എനിക്ക് ഓക്കെ വന്നു. ഞാൻ പാസ്വേഡ് മാറ്റി. പക്ഷേ എൻ്റെ സംശയം, എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും അത് ഓക്കെ ആയോ, അതെന്തുകൊണ്ട് എങ്ങനെ ഹാക്കായി, അതൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഫോൺ വാങ്ങിയായിരുന്നു. ഈ ഫോൺ വാങ്ങിച്ച ശേഷം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഫോൺ ഞാൻ നോർമലി ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു ഫോണാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സിമ്മോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഫോണിൽ ഞാൻ നാട്ടിലൊരു സിം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സിമ്മിൽ നിന്ന്, അതായത് മെസ്സേജസ് ഇങ്ങനെ, അതായത് നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ഇല്ലേ, അത് കുറേ ഈ കോഡ്സ് പോലെ, മീൻസ് നമ്മുടെ ABC ആൽഫബറ്റ് പോലെയൊക്കെ റോങ് ആയിട്ട് എന്തോ എഴുതിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ അത് ആഫ്റ്റർ, എനിക്ക് തോന്നുന്നു 12 മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ സെൻഡ് ആയിക്കൊണ്ടേയിരിക്കും കുറേ മെസ്സേജസ്. എനിക്കറിയില്ല, എനിക്കറിഞ്ഞൂടാത്ത കുറേ അൺനോൺ നമ്പേഴ്സിലേക്ക് ഇങ്ങനെ സെൻഡ് ആയിക്കൊണ്ടേയിരിക്കും. ഞാനല്ല അയക്കുന്നത്, അത് ഡെലിവേർഡ് ആവുന്നില്ല, ഫെയിൽഡ് എന്നാണ് അത് വന്നു. ഞാനത് കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തു. എങ്ങനെ സംഭവിച്ചത്, അത് ഈ ഫോൺ ഉൾപ്പെടെ ഹാക്ക് ചെയ്തൊരു ഫോണാണോ എന്നും എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്നും അറിയില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ റിക്കവർ ആക്കി എടുത്തത് ഓക്കെ ആയോന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കിതൊന്ന് പറഞ്ഞു തരണം കേട്ടോ, എങ്ങനെ ഇത് റിക്കവർ ആക്കി എടുക്കാം. ഈ ടെക്സ്റ്റ് മെസ്സേജൊക്കെ പോകുന്നത് ഫോൺ ഹാക്ക് ചെയ്തുകൊണ്ടാണോ? എൻ്റെ ഹസ്ബൻഡ് കുറേ ട്രൈ ചെയ്തു, ഏകദേശം സെറ്റായി. എന്നാലും ഉള്ളിലൊരു പേടി. കാരണം അതിൽ വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങൾ നടപ്പുണ്ട്. ഫോണിലായിരുന്നെങ്കിൽ ഫോട്ടോസുണ്ട്, ഫേസ്ബുക്കും എല്ലാം, സോഷ്യൽ മീഡിയയൊക്കെ ഈ ഫോണിലാണ്. അപ്പോൾ എന്താണ് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നോ, ഇത് ഞാനങ്ങനെ ചെയ്തത് വഴി ഇത് എൻ്റെ പ്രശ്നം ക്ലിയർ ആയോ എന്ന് പോലും എനിക്കറിയില്ല. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് പോകുന്നത്, എങ്ങനെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാക്കായെന്ന് എനിക്ക് തോന്നുന്നു ഒരു 2021 22 എടുത്തൊരു ഇൻസ്റ്റഗ്രാമാണ്. ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യുന്നതെന്നല്ലാതെ അതിൽ ഹാക്ക് ചെയ്തുകൊണ്ട് പോകാൻ തക്കവണ്ണം ഞാൻ ഒരു കാര്യങ്ങളും എനിക്കില്ല. എന്താണ് സംഭവമൊന്നും എനിക്കറിയില്ല. ഇത് എങ്ങനെ റിക്കവറാക്കി, അത് ഓക്കെ ആയോ, ഞാൻ ചെയ്തത് ശരിയാണോ, ആ മെത്തേഡ് ശരിയാണോ ഒന്നും എനിക്കറിയില്ല. എങ്ങനെയൊക്കെ ഞാൻ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് എൻ്റെ പേരടിച്ചു. എനിക്ക് ത്രെഡ്സ് ഉണ്ടല്ലോ, അതിൽ ആ ഇട്ട ആളിൻ്റെ ഒരിതുണ്ട്. ഞാൻ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ഇട്ടിരുന്ന, പബ്ലിക്കായിട്ട് ഇട്ടിരുന്ന എൻ്റെ അക്കൗണ്ട് അവരത് പ്രൈവറ്റ് ആക്കി. അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തു, ഓക്കെ ആക്കി. പക്ഷെ എന്നാലും ഒരു പേടി, ഓക്കെ ആയോന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അത് ഓക്കെ ആയോ, അതായത് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യാം, ഹാക്കായോ, മാറിയോ, ഞാൻ ചെയ്തത് കറക്റ്റാണോ, മാറിയോ എന്നും എനിക്കറിയണം. പിന്നെ ഇങ്ങനെ ഈ മെസ്സേജസ് സെൻഡ് ആവുന്നത്, ഞാനങ്ങനെ സിമ്മ് മാറ്റിയിട്ട് നോക്കി കേട്ടോ. യുഎയിലെ സിമ്മ്, ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്നൊരു സിമ്മുണ്ടായിരുന്നു, അതും നാട്ടിലെ സിമ്മ് മാത്രമേ ഇപ്പോൾ ഈ ഫോണിലുള്ളൂ. പക്ഷേ എന്നാലും ഒരു പേടി. പിന്നെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈ നമ്മുടെ മെസ്സേജ് സെൻഡർ ഓപ്ഷനിൽ ഒരു അൺനോൺ നമ്പർ കിടപ്പുണ്ടായിരുന്നു. അതായത് എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പറുണ്ടായിരുന്നു. ആ നമ്പറൊക്കെ ഞാൻ മാറ്റി എൻ്റെ എയർടെല്ലാണ് എൻ്റെ സിമ്മ് നാട്ടിലെ, അത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കറക്റ്റാണോ, പോയോ വന്നോ, ഇതൊന്നും എനിക്കറിയില്ല. ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ, ഒന്ന് ഷെയർ ചെയ്യണം. എങ്ങനെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഓക്കെ ആക്കി എടുക്കാം.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആരോ വരുന്നുണ്ടോ എന്ന് നോക്കിയതാട്ടോ, ഒന്നും തോന്നല്ലേ. ഇൻസ്റ്റഗ്രാം എങ്ങനെ ഓക്കെ ആക്കി എടുക്കാം എന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അത് ഓക്കെ ആയോ എന്നറിയില്ല. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് അതിൽ അപ്ഡേറ്റ് ആയി കിടക്കുന്നതും. ഇതെങ്ങനെ സംഭവിച്ചു എന്നും എനിക്കറിയില്ല. ഞാൻ ഞാൻ വന്നിട്ട് ചെക്ക് ചെയ്ത ഒരു 3 മണിക്കൂർ കൊണ്ട് ഇവർ ചെയ്തൊരു കാര്യമാണ്. എനിക്കറിയില്ല ഓക്കെ ആയോ എന്ന്. അപ്പോൾ ആർക്കെങ്കിലും അറിയെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, കമൻസ് ചെയ്യുക, ഇതെങ്ങനെയാണ് മാറ്റേണ്ടത് പ്ലീസ്. കാരണം എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഈ ഫോണിലുണ്ട്. എനിക്ക് പേടി, ഇത് വാങ്ങിയ ശേഷം ഒത്തിരി ഫോട്ടോസ് എന്തൊക്കെയാണ് കുറേ കാര്യങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ സേഫ് ആണോ എന്ന് ഇപ്പോഴും അറിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് പോകുന്നതെന്നും അറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ, കമൻസ് ഇടണം കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഫസ്റ്റാണ്. ചുമ്മാ നിലവിൽ യൂട്യൂബ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരു ഓൺ വോയിസ് വന്ന് ഇങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഇന്നലെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട്, പിന്നെ എനിക്കിങ്ങനെ വ്ളോഗ് എടുത്തൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എനിക്കിത് ശീലമില്ലാത്ത കാര്യം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഒരു പ്രശ്നം വന്നപ്പോൾ ഇനിയിപ്പോൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ഓരോ അഭിപ്രായമാണ്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇട്ടാൽ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ എക്സ്പീരിയൻസും ഒന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കേട്ടോ ചോദിച്ചത്. ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.